അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫിറ്റിംഗ് ഡയഗ്രാം എന്ത് ചെയ്യാനാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫസ്റ്റ്ലി നമ്മൾ ഈ പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളതിൻ്റെ സെൻസറുകളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് മൊത്തം 4 ഫ്ലോട്ടിംഗ് സെൻസേഴ്സാണ്. ടാങ്കിൽ ഇടാനുള്ള 4 ഫ്ലോട്ടിംഗ് സെൻസർ. ഇതാണ് നമ്മുടെ സെൻസർ, ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻസറാണ്. ഈ സെൻസർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 വയറുകളാണ് നമ്മുടെ സെൻസറിൽ ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ 4 സെൻസർ അങ്ങനെ വരുമ്പോൾ ഏകദേശം 8 വയറുകളാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 4 സെൻസറിൽ നിന്ന് വരിക. അതുപോലെ തന്നെ മറ്റൊരു സെൻസറാണ് ഡ്രൈ റൺ സെൻസർ. ഈ സെൻസർ സാധാരണ ഫിറ്റ് ചെയ്യേണ്ടത് 2 സെൻസറുകളാണ് നമുക്ക് ഉള്ളത്. ഈ 2 സെൻസറും എവിടെയാണോ വെള്ളം വരുന്ന കോയിൽ, മീൻസ് ടാങ്കിലേക്ക് വെള്ളം എവിടെ നിന്നാണോ വരുന്നത് അതിൽ നമ്മളിങ്ങനെ ഡയറക്റ്റ്ലി ഈ ഒരു ടൈപ്പ് ഓഫ് ഇതിൽ 2നെ അടുപ്പിച്ച് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനും ഇതുപോലെ തന്നെ ഒരു സെൻസറിന് ഒരു വയറാണ് ഉണ്ടാവുക, മൊത്തം 2 വയർ. സോ ടോട്ടലി 10 വയറുകളാണ് നമുക്ക് ഉണ്ടാവുക. ഇനി അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒന്ന് എന്ത് ചെയ്യാം നോക്കാം. ഇനി ഈ സെൻസറുകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിവൈസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ കടമ. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേബിളാണ് CAT6 കേബിൾ. ഈ CAT6 കേബിളിനകത്ത് 4 പെയർ ഓഫ് കേബിൾസ് ആണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ കളർ കോഡ് അനുസരിച്ച് വേണം നമ്മളിവിടെ എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ. മുകളിൽ നമ്മൾ എന്ത് കളർ കോഡ്സ് ആണോ കൊടുത്തിട്ടുള്ളത് അതേ കളർ കോഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്യണം. കളർ കോഡുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ കോഡ്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളത് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻസറുകൾ കൊടുക്കേണ്ട ഒരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 2 ഭാഗവും പവറാണ്. പവർ അത് നോർമലി എല്ലാ സെൻസറുകളിലേക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. സോ നമുക്ക് 4 സെൻസറിൽ നിന്ന് 8 വയറും ഡ്രൈ റൺ സെൻസറിൻ്റെ 2 വയറും ഉണ്ട്. സോ ഈ എവറി സെൻസർ, എല്ലാ സെൻസറിൽ നിന്നും ഓരോ വയർ എടുത്തിട്ട് ആ വയറുകളാണ് നമ്മളിവിടെ പവറിൽ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അത് നമുക്ക് ഈ 2 എണ്ണത്തിൽ ഏതിൽ വേണമെങ്കിലും കൊടുക്കാം, പ്രോബ്ലം ഇല്ല. അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ സെൻസറിൻ്റെ മുകളിൽ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ABCD എന്നുള്ളതോ എഴുതിയിട്ടുണ്ടാവും. അത് എഴുതിയതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെൻസർ പ്ലേസ് ചെയ്യാൻ. A ഏറ്റവും താഴെയും D ഏറ്റവും മുകളിലാണ് വരുന്നത്. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് നമ്മൾ ABCD കണക്ട് ചെയ്തിട്ടുള്ളത്. സോ A എന്ന് പറയുന്ന സെൻസറിനെ ഇവിടെ കാണുന്ന A എന്ന് പറയുന്നതിൽ കണക്ട് ചെയ്യുക, ബിയിലേക്ക്, സിയിലേക്ക്, ഡിയിലേക്കും. അതുപോലെ ഡ്രൈ റൺ സെൻസറിന് നമ്മൾ എന്ത് ചെയ്യാം, ഇയിലേക്കും കണക്ട് ചെയ്യാം. അങ്ങനെയാണ് സെൻസറിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. സോ സെൻസർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് പവർ മാത്രമേ ഉള്ളൂ. പവർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി NP എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. N സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രൽ, P സ്റ്റാൻഡ്സ് ഫോർ ഫേസ്. സോ ന്യൂട്രൽ ഫേസും നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിലേക്കുള്ള പവർ ഓക്കെ ആയി. ഇത് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ മോട്ടർ മാത്രമാണ്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഒരു DP സ്വിച്ചിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. ഈ DP സ്വിച്ചിൻ്റെ പ്രത്യേകത ഇതിൽ ന്യൂട്രും ഫേസും ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ മോട്ടറിൻ്റെ ഈ 2 ഔട്ടുകളും ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ എല്ലാത്തിനെയും ഒരുമിച്ച് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു ന്യൂട്രൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ടെസ്റ്റർ വെക്കുമ്പോൾ ഏതിലാണോ ഫേസ് ഇല്ലാത്തത്, മീൻസ് ടെസ്റ്റർ കത്താത്തത്, ആ ഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂട്രാക്കി കൺസിഡർ ചെയ്തിട്ട് ആ ന്യൂട്രലിനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ പാരലലി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആക്കി കണക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂട്രലിനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വരുന്നത് നമ്മുടെ 2 ഫേസാണ്. താഴെ ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് മോട്ടറിൻ്റെ ഔട്ട് ഉണ്ടായിരിക്കും. ഈ സാധനത്തിന് ഇതേപോലെ തന്നെ ഇവിടുന്ന് കണക്ട് ചെയ്ത് നേരെ നമ്മളെ എന്തിലേക്ക് കൊടുക്കുക, ഈ പറയുന്ന ഡിവൈസിലേക്ക് നിങ്ങൾ കൊടുക്കുക. സോ ഡിവൈസിൽ സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് മീൻസ് നമ്മൾ ഇവിടെ ഒരു മോട്ടോർ ഔട്ടും മോട്ടോർ ഇന്നും അഥവാ 2, 3 എന്ന് പറയുന്ന 2 പോർട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പോർട്ടുകളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. മോട്ടോറിൻ്റെ ഔട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 2 എന്ന് പറയുന്ന പോർട്ടിലേക്കും മോട്ടോറിൻ്റെ ഇന്നിനെ അഥവാ ഫേസിനെ 3 എന്ന് പറയുന്ന പോർട്ടിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫേസിനെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്താലും മതി, ഹിച്ച് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വയറിംഗ് ഡയഗ്രാംസ് കംപ്ലീറ്റ് ആയി. നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടാങ്കിലെ ലെവൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫിറ്റിംഗ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.